ഇറാൻ ഇസ്രായേൽ US വെടിനിർത്തൽ കരാർ നീട്ടിയതോടുകൂടി തന്നെ യുദ്ധത്തിന് ഒരു അറുതി വന്നെങ്കിൽ പോലും ഇതുവരെയും ലെബനനിലെ ആ ഒരു അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ അവിടെ ശാന്തതയുടെ ഒരു നിഴൽ വീണിട്ടില്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായ വ്യോമാക്രമണം ലെബനനിൽ അവിടെ ഇസ്രായേൽ അഴിച്ചുവിട്ടതായി തന്നെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതോടുകൂടി തന്നെ ഇത് നടക്കുന്ന ഈ ഒരു സംഘർഷത്തിന് അന്ത്യം കുറിക്കാൻ വെടിനിർത്തൽ കരാർ 3 ആഴ്ച കൂടി നീട്ടി നൽകുന്നു എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ലെബനൻ പ്രതിനിധികൾ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടയിലായിരുന്നു ഇക്കാര്യം തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ വീണ്ടും മറ്റൊരു സംഘർഷം കൂടി താൻ അവസാനിപ്പിച്ചു എന്ന ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ അതിനുവേണ്ടിയാകാം ട്രംപ് ഇത്തരത്തിലൊരു അവകാശവാദം ഇവിടെ നടത്തിയിരിക്കുന്നതെന്ന ഒരു വിലയിരുത്തലടക്കം ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചരിത്രപരമായ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയ ബഹുമതിയാണ് എന്നും ട്രംപ് ഇവിടെ അഭിപ്രായപ്പെടുന്ന ഒരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഇതിൽ നിന്നും വളരെയധികം വ്യക്തമായി തന്നെ ഇവിടെ സൂചിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറപ്പായും ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാകാം ഇത്തരത്തിലൊരു രീതിയിൽ ഒരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ താനും ഇതിൽ ഇടപെട്ടു എന്ന തരത്തിൽ ട്രംപ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. ചരിത്ര നിമിഷത്തിന് നേതൃത്വം നൽകിയതിന് ഇസ്രായേൽ ലെബനീസ് പ്രതിനിധികൾ ട്രംപിനോട് നന്ദി പറഞ്ഞതായും വൈറ്റ് ഹൗസ് ആണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനനിൽ ഉണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പ്രമുഖ ലെബനീസ് പത്രപ്രവർത്തക അമൽ ഖലീൽ ഇവിടെ കൊല്ലപ്പെടുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അമലിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ഫോട്ടോഗ്രാഫർ കൂടി ഈ ആക്രമണത്തിൽ പരിക്കേറ്റതായും അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിക്കേറ്റുകൊണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അൽ തൈരി നഗരത്തിന് സമീപമാണ് ഇവർ റിപ്പോർട്ടിങ്ങിനിടെ ഇരുവരും എത്തുകയും അവിടെ നിന്നും അപകടത്തിൽ ഒരാൾ മരണമടയുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് തൊട്ടു മുന്നിലെ കാറിന് നേരെ ഇസ്രായേൽ മിസൈൽ പതിച്ചതോടുകൂടി തന്നെ അവർ ജീവൻ രക്ഷിക്കണമെന്ന ആ ഒരു വെമ്പലോട് കൂടി തന്നെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് ഓടിക്കേറിയതായിട്ടാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ആ വീടിന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നുവെന്നും ലെബനീസ് ആരോഗ്യ മന്ത്രാലയമാണ് അറിയിച്ചിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ തന്നെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ഇതിൽ ഒരാളുടെ റിപ്പോർട്ടിങ്ങിനെത്തിയ അമലിന്റെ മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ ഏപ്രിൽ 16 നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ബുധനാഴ്ച മാത്രം 5 പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും അതേസമയം കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഇസ്രായേലും ലെബനനും തമ്മിൽ 10 ദിവസത്തെ താൽക്കാലിക അതായത് വെടിനിർത്തൽ കരാറിന് ധാരണയാകുകയും ഇതിൽ മധ്യസ്ഥത വഹിച്ചത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണെന്ന് അദ്ദേഹം തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതുവരെ ലോകത്താകമാനം 9 യുദ്ധങ്ങൾ തന്റെ ഇടപെടലിലൂടെ തന്നെ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതും അദ്ദേഹം വീണ്ടും ആവർത്തിച്ചിവിടെ അവകാശപ്പെടുകയും ചെയ്തതാണ്. സമാധാന ചർച്ചകൾക്ക് വഴി തുറക്കുന്നതിനായി തന്നെ ഇരു രാജ്യങ്ങളുടെയും ഭരണാധികാരികളുമായി തന്നെ ട്രംപ് നേരിട്ട് ചർച്ചകൾ നടത്തിയതായും ഇവിടെ വൈറ്റ് ഹൗസ് ആണ് വ്യക്തമാക്കിയത്. മാത്രമല്ല അദ്ദേഹത്തിനെ ക്ഷണിച്ചതായും വൈറ്റ് ഹൗസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 10 ദിവസത്തെ കാലാവധിക്കുള്ളിൽ തന്നെ അതായത് ഇത്തരത്തിൽ ഒരു സമാധാനപരമായ ശാശ്വത പരിഹാരം കണ്ടെത്താനാണ് US ഇവിടെ ലക്ഷ്യമിടുന്നതെന്നും ലെബനനിലെ ഹിസ്ബുള്ളയെ അവിടെ നിഷ്കരണം ഇല്ലാതാക്കണമെന്ന ഒരു നിബന്ധന ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ മണ്ണിൽ തുടരുന്നത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് തന്നെയായിരുന്നു ഹിസ്ബുള്ള സ്വീകരിച്ചത്. അതേപോലെ മേഖലയിൽ ശാശ്വതമായ സ്ഥിരത ഉറപ്പാക്കാൻ ഈ 10 ദിവസം നിർണായകമാകുമെന്നും വിദഗ്ധർ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.